ദിവ്യ 2.5 വയസ്സുള്ള കുഞ്ഞു മകനെ കൊലപ്പെടുത്തിയ ശേഷം മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ നാട്ടുകാരാകെ കേട്ടത്. കാരണം ഇത് സംബന്ധിച്ച് പോലീസിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കടബാധ്യതയുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഒരാഴ്ചയ്ക്ക് മുൻപ് നടത്തിയ പരിശോധനയിൽ ഇയാൾക്ക് ക്യാൻസർ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നുള്ള വിവരമാണ് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നാട്ടുകാരും അടുത്ത ബന്ധുക്കളും ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സാമ്പത്തിക ബാധ്യത എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബത്തിൻ്റെ അലട്ടിയ ഒരു പ്രധാന വിഷയമെന്ന് പറയുന്നത് ഇവർക്കുണ്ടായിരുന്ന ഒരു വീട് വിറ്റ് കുറേ കടമൊക്കെ തീർത്തതിന് ശേഷം ഇപ്പോൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് വാടകയ്ക്കാണ് നിൽക്കുന്നത്. ഈ സ്ഥലത്ത് ഇവർ ആയിരുന്നുകൊണ്ട് അതായത് വിവാഹശേഷം വളരെ നാൾ ചികിത്സകൾക്കൊക്കെ ശേഷമാണ് ഒരു കുഞ്ഞ് ലഭിക്കുന്നത്. കുഞ്ഞ് ജനിച്ചതിന് ശേഷവും കുഞ്ഞിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയും വലിയ രീതിയിലുള്ള തുകയൊക്കെ ചിലവായി. ഈ ആത്മഹത്യ ചെയ്തിരിക്കുന്ന അജീഷ് വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. വിദേശത്ത് ജോലി ചെയ്തതിന് ശേഷം നാട്ടിൽ വന്ന് ഒരു വക്കീലിൻ്റെ ഒപ്പം ഇപ്പോൾ ജീവനക്കാരനായി ജോലി ചെയ്ത് വരികയായിരുന്നു. അതിനിടയ്ക്കാണ് വീണ്ടും ഇത്തരത്തിലൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലൊരു അസുഖം കൂടി ഉണ്ടായതോടുകൂടി കുടുംബമാകെ തകർന്നു പോവുകയായിരുന്നു. ഇതിന് പിന്നാലെ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ളൊരു നിഗമനം. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ ബന്ധുക്കളൊക്കെ സംസാരിക്കുമ്പോഴും ഒരു വിഷമത്തിലായിരുന്നു ഇവർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മാത്രമേ അറിയൂ. എന്താണ് കാരണമോ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. രാവിലെ വളരെ വൈകിട്ടും മുറി തുറന്ന് പുറത്തു വരാത്തതിനെ തുടർന്ന് ഒരു മാതാപിതാക്കൾ തട്ടി വിളിച്ചിട്ടും തുറന്നില്ല. അതിനുശേഷം ആ കതക് പൊളിച്ചകത്തേക്ക് കയറുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു ദാരുണ കാഴ്ച അവരെല്ലാം കണ്ടത്. സിറ്റി പോലീസ് കമ്മീഷണർ ACP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി നിലവിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ആശുപത്രിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ അവിടെയായിരിക്കും നടക്കുക. ദിവ്യ.